കൂട്ടുകാരി അവളെ ട്രെയിനിൽ നിന്ന് ഒരാൾ കയറി പിടിച്ചു. അവൾ ആ ട്രെയിനിൽ ഓടിച്ചിട്ടാണ് അവനെ പിടിച്ച് റെയിൽവേ പോലീസിന്റെ കൊണ്ട് കൊടുത്തപ്പോൾ രാവിലെ 3 മണിക്കാണ് കൊണ്ട് കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്താൽ കേസെടുക്കൂല. അവനൊരു ഭാര്യയുണ്ട് കുട്ടിയുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് റെയിൽവേ പോലീസ്, തിരുവനന്തപുരം റെയിൽവേ പോലീസ്. അങ്ങനെ എന്നെ ദിയാസനെ അവൾ രാത്രി വിളിച്ചു. ഞങ്ങൾ ബൈക്ക് എടുത്ത് പോയി ഉറക്കത്തിനിടയിൽ. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് കേസെടുത്തത്. അപ്പൊ അതെന്തൊരു കഷ്ടമാണ്. രാത്രി 3 മണിക്ക് ഗോവിന്ദചാമിമാരെ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗോവിന്ദചാമിയോ അല്ലെങ്കിൽ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന വീരന്മാരെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പോലീസ് എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? പോലീസ് എന്തുകൊണ്ടാണ് പോലീസിന്റെ തെറ്റ്? അതുപോലെ ഇത് ഒറ്റപ്പെട്ട വിഷയമല്ല, ഇത് ഒറ്റപ്പെട്ട വിഷയമല്ല. അതുപോലെ കേസ് പോലീസുകാർ എടുക്കാറില്ല. എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ പറഞ്ഞു വിടും. അവൾ അത്യാവശ്യം ഒരു സ്ട്രോങ് ഫെമിനിസ്റ്റ് ആണ്. ഞങ്ങളെ വിളിച്ചു വരുത്തി. അങ്ങനെ വിളിച്ചു വരുത്തി ഞങ്ങൾ പോയി ആർഗ്യൂ ചെയ്തുകൊണ്ടാണ് കേസ് എടുത്തത്. അങ്ങനെ എത്ര പേർക്ക് ഇവിടെ ആർഗ്യൂ ചെയ്ത് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? പോലീസുകാർ ഇപ്പൊ റെയിൽവേ പോലീസ് കറക്റ്റായിട്ട് റെയിൽവേയിൽ ഉണ്ടാകുന്ന അതിക്രമം നടത്താൻ എതിരായാണല്ലോ റെയിൽവേ പോലീസ്. അവർ പോലും കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരുപാട് ഇപ്പൊ ശംഖുമുഖത്ത് എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി. രാത്രി ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോയി. വലിയ പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് എടുക്കില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് എനിക്ക് നേരെയുള്ള അക്രമം പോസ്റ്റ് ചെയ്ത് ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോഴും ചെയ്തു ബിജു പ്രഭാകർ IAS വിളിച്ചു. അപ്പോഴാണ് കേസ് എടുത്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ നിയമ സംവിധാനം ഇവിടുത്തെ പോലീസുകാർ കേസ് എടുക്കുകയാണെങ്കിൽ സ്ത്രീക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ആവശ്യം വരില്ല. ഇത് കാലാകാലങ്ങളായിട്ട് പോലീസുകാർ നമ്മളെ സഹായിക്കാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞു പഠിപ്പിക്കണല്ലോ. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കോടതിയായി മാറുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കറക്റ്റ് ആയിട്ട് സ്ത്രീകൾ ഒരു പ്രശ്നത്തിന് പോകുമ്പോൾ പരാതിയും കൊണ്ട് പോകുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കണം. അപ്പൊ ഇത് ഇവിടെ തീരും. ഇത് ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലിട്ട് സോഷ്യൽ മീഡിയ കോടതിയായി മാറുന്നത്. അപ്പൊ ഈ ഷിംജിത കേസ് കൊടുത്തിട്ടുണ്ടോ? ഷിംജിത കേസ് കൊടുത്തില്ല. കാരണം എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഷിംജിത കേസ് കൊടുത്തില്ല. ആദ്യം ആ വീഡിയോ എങ്ങനെ ഒരു 300K വ്യൂ അല്ലെങ്കിൽ 1 മില്യൺ വ്യൂ എങ്ങനെ ആക്കാന്നാണ് ആദ്യം ഷിംജിത നോക്കിയത്. അല്ല ഷിംജിത ഇതിന് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ് പോകുന്നത്? ഇവിടുത്തെ നിയമ സംവിധാനം പരാജയപ്പെട്ടു. വനിതാ കമ്മീഷനിൽ ഞാൻ എന്തോ കേസ് കൊടുത്തേക്കുന്നു. വനിതാ കമ്മീഷനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത ഞാൻ പറയുന്നത് ഈ രാഹുൽ ഈശ്വറൊക്കെ ചെയ്യുന്ന പോലെ പുരുഷ കമ്മീഷൻ ഇവർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതുപോലെ പാരലായിട്ട് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ സ്ത്രീ കമ്മീഷന് വേണ്ടി അങ്ങനെ പോകണം. അത് പ്രൈവറ്റ് ആയിട്ടുള്ള പോലെ സ്ത്രീ കമ്മീഷൻ എങ്ങനെ വേണം. അല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സ്ത്രീപക്ഷ കമ്മീഷനെ കൊണ്ടൊന്നും ഒരിക്കലും. ഇപ്പൊ സതീദേവി പറഞ്ഞ എന്താണ്? ഇത് എന്താ ഇത് കറക്റ്റ് ആയിട്ടുള്ള അവരും ആ പുരുഷന്റെ കൂടെയാണ് നിൽക്കുന്നത്. അവർക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ പറയുന്നു. അവർക്ക് ബുദ്ധി ഇല്ലെന്ന് ഞാൻ പറയുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ആ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് തോന്നിയ കാര്യം ഞാൻ അങ്ങോട്ട് മുട്ടി നമ്മൾ കോടതിയല്ല. നമുക്ക് അത് ഇഴകേറി അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് അത് ദൃശ്യത്തിലൂടെ കാണുക. ദൃശ്യം നമ്മുടെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുന്നവർ വേറൊന്നും പതിയില്ല. ഓരോ ആൾക്കാരും അഭിപ്രായം പറയുമ്പോൾ അതൊരു മാസ് അഭിപ്രായമായി അതൊരു കോടതിയായിട്ട് അതൊരു മോബ് ലിഞ്ചിങ് ആയി മാറും. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഇവിടെ സോഷ്യൽ മീഡിയ അല്ലല്ലോ, കോടതികളുണ്ടല്ലോ. അപ്പം ആ കോടതിയിൽ ഇപ്പം ഈ നിയമ സംവിധാനം ഞാൻ പറയുന്നത് ഇത് ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല ഞാനിത് പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അവിടെ വിട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വാദം പറയുന്നു ഷിംജിത് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല. അങ്ങനെ നമുക്ക് പറയുവാണെങ്കിൽ പറയാം എന്തുകൊണ്ട് ദീപക് കേസ് കൊടുത്തില്ല. ദീപകിന് ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ കേസ് കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യാതിരിക്കാമല്ലോ. ഇവിടെ പറയുന്നത് ഷിംജിത കേസ് കൊടുക്കാൻ പോയാലും പോലീസ് ഇഗ്നോർ ചെയ്യും. ഈ ദീപക് കേസ് കൊടുക്കാൻ പോയാലും പോലീസ് ഇഗ്നോർ ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ നിയമ സംവിധാനം പ്രോപ്പർ അല്ല. ഇപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ എനിക്കെതിരെ ഒത്തിരി വീഡിയോ ഞാനിപ്പോ 17 ലിങ്ക് ഒറ്റ ദിവസം കൊണ്ട് 17 ലിങ്കാണ് ഞാൻ പോലീസ് കൊടുത്തത്. അതിനുശേഷം ഇപ്പോഴും വന്നിട്ടുണ്ട്. അപ്പൊ പോലീസ് പറഞ്ഞത് ഇത് 2 ആഴ്ച സമയം വേണം. 2 ആഴ്ച, അതായത് ഇത് മെറ്റയ്ക്ക് അയച്ച് മെറ്റ അപ്രൂവൽ ചെയ്തിട്ട് വേണം ഇത് റിമൂവ് ആക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് റിമൂവ് ആക്കുന്നത്? നാട്ടുകാരെല്ലാം കണ്ട് അവരെല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ട്